ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 29, ശ്ലോകം 8, 9, 10. യോഷാവപുർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശഃ ഭൂതൈഃ സമം ഗിരിജയാ ജഗതഃ പദം തേ സ്തുത്വാ ബ്രവീദഭിമദം ത്വമഥോതിരോധാഃ ആരാമസീമനി ച കന്തുകഘാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂവേഗാദനങ്കരിപുരംഗസമാലിലിംഗ്യ ഭൂയോപി വിദ്രുതവതീമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷവികസത്പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവ വാതനികേതനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോഷാവപുഃ ധനുജമോഹനം ആഹിതം. യോഷാവപുർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകനകുതൂഹലവാൻ മഹേശഃ ഭൂതൈഃ സമം ഗിരിജയാ ച ഗതഃ പദം തേ സ്തുത്വാ അബ്രവീദ് അഭിമതം. സ്തുത്വാബ്രവീദഭിമതം ത്വം അഥോ തിരോധാഃ. ത്വമഥോ തിരോധാഃ ആരാമസീമനി ച കന്തുകഘാതലീലാലോലായമാനനയനാം. കന്തുകഘാതലീലാലോലായമാനനയനാം കമനീം മനോജ്ഞാം. ജഞ മനോജ്ഞാം. ത്വാം ഏഷഃ ത്വാമേഷ വീക്ഷ്യ വികളത് വസനാം വികളദ്വസനാം മനോഭൂവേഗാത് അനംഗരിപുഃ അംഗ അനംഗരിപുരംഗ മനോഭൂവേഗാദനംഗരിപുരംഗ സമാലിലിംഗ. ഭൂയഃ അപി ഭൂയോപി വിദ്രുതവതീം ഉപധാവ്യ വിദ്രുതവതീമുപധാവ്യ ദേവഃ വീര്യപ്രമോക്ഷവികസത്പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവ. ത്വന്മാനിതഃ പ്ലസ്തവ. ത്വന്മാനിതസ്തവ മഹത്വം ഉവാച. മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവ വാതനികേതനാഥ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തിൽ ദേവാസുര യുദ്ധം പാത്തും അതെല്ലാം ഒടിഞ്ഞ് തിരുപ്പി ദേവാൾക്ക് നല്ല ശക്തി വന്നറിയ അസുരാളെല്ലാം മതം പണി ദേവാ തിരുപ്പി സ്വർഗലോകത്തിൽ പോറാങ്ങത് പാത്തും. അടുത്ത 8ാമത് ശ്ലോകത്തിൽ ധനുജമോഹനം ആഹിതം തേ യോഷാവപുഃ ശ്രുത്വാ. അസുരാളെല്ലാം മോഹിപ്പിക്കിற മാതിരി ഭഗവാൻ ഒരു സ്ത്രീ രൂപത്തെ കൈക്കൊണ്ടാർ. സ്ത്രീ രൂപത്തിൽ വന്നാർ அப்படின்னு ശ്രുത്വ அப்படின்னு കേട്ടത് ചൊല്ലി മഹേശഃ പരമശിവൻ വിലോകന കുതൂഹലവാൻ. അത് പാക്കണമെങ്കിൽ ഒരാശ വന്നെടുത്തത് മായാമോഹിനി
ഈ പാക്കണങ്കര ഒരാശ ഭഗവാൻ ശങ്കരനൊക്കെ കൂടി വന്നു കൊടുത്ത. അപ്പോൾ ഭഗവാൻ ശങ്കരനോട് കൂടി ശങ്കരൻ കൂടി ഭഗവാനോട് മായേല പെട്ടാരനൊക്കെ ചൊല്ലപ്പെട്ടത്. ഭൂതൈഹി ഗിരിജയാച്ച സമം തേ പദംഗത. അവർ ഭൂതഗണങ്ങളും പാർവതീദേവി എല്ലാരെയും കൂട്ടിണ്ട് ഭഗവാനോട് വൈകുണ്ഠത്തിന് പോനാരാണ്. സ്തുത്വ അഭിമതം അബ്രവീത്. ഭഗവാനെ നന്ന സ്തുതിച്ചിട്ട് അവരോട് എന്നത്തുക്കാக വന്നാരോ മോഹിനി രൂപം പാക്കത്തുക്കല്ലോ വന്നിരിക്കാർ അത് அந்த ആഗ്രഹത്തെ ചെന്നാര. ത്വം അഥോ തിരോധാഹ. ഉടനെ ഭഗവാൻ അങ്ങ് കാണായിക്ക് മറഞ്ഞു പോയിട്ടാരാണ് അങ്ങേത്. കാണലേ വിഷ്ണുവ് ഇതെല്ലാം ചൊല്ലത്തെ കേട്ടു നിന്നാൽ അപ്പുറം കാണലേ அப்படின்னு நினைச்சானா. ആരാമസീമനിച്ച കന്തുക ഘാതലീലാലോലായ മാനനയനാം മനോജ്ഞാം കമനീം ത്വാം യേഷഃ ത്വാം. അപ്പോൾ ദിടീർന്ന് വെളിയിലെ ഭാഗത്ത് കാണലേ ചൊല്ലി. വെളിയിലെ ഭാഗത്ത് വെച്ചാൽ വെളിയിലെ നല്ലൊരു ഗാർഡനാണ്. നിറയെ പൂവാം. അങ്ങേത് ചെടികൾ, കൊടികൾ, ജലത്തിൽ വരപ്പെട്ട ഇത് പൂക്കൾ എല്ലാമായിരുന്നത്. നല്ല വാസന വേറെ വെറുതാം. അപ്പം അത് പാത്തത് മന്ദപ്പുകം ഇവ തിരുമ്പി പാത്തപ്പോൾ ആരാമസീമനി അത് ഗാർഡനോട് പക്കത്തില് കന്തുക ഘാതലീല ഒരു പന്തെടുത്ത് അത് കീഴെ പോട്ട് തട്ടി തട്ടി വിളയാടിന്തിരിക്കപ്പെട്ട ലോലായ മാനനയനാം. അതും കൂടെ കണ്ണും ചലിக்கிறதா. அந்த பந்து எங்கெங்க போறதோ அதும் கூட கண்ணும் அந்த பக்கம் இந்த பக்கம் போகிறதா. அப்படி அழகான ஒரு கண்ணோடு கூடி ஒரு കുട്ടിയും அங்கே இருந்தது விளையாடிந்திருக்கு பந்து. மனோஜ்ஞாங் கமனியும் துவாம் ரொம்ப அழகான அந்த காமினியை பார்த்து ஏஷக அனங்கரிபுஹு வீக்ஷ. അനങ്കൻ ചെന്നാന കാമദേവൻ. അനങ്കരിപ്പു ചെന്നാന കാമദേവനോട് ശത്രു. അതാണ് കാമദേവനെ ജയിച്ച ആളാക്കും ഭഗവാൻ ശങ്കരൻ. അപ്പടിയുള്ള ഭഗവാൻ ശങ്കരൻ ഏഷഹ അങ്ക ശിവൻ അനങ്കരിബുഹു കാമാന്തകനായി ആക്കും ആനാ കൂടി വീക്ഷ്യ அந்த பொண்ணை பார்த்து മോഹിനി രൂപത്തെ பார்த்து അങ്ക വികളദ്വസനാം മനോഭൂവേകാത് സമാലിന്യ. அந்த பொண்ணை பார்த்து വേഗം പിന്നാടി പോറാര. അപ്പം அந்த കാത്തിൽ അവളോട് മേലിരിക്കപ്പെട്ട அந்த വസ്ത്രം മേലെ പൊട്ടിക്കപ്പെട്ട വസ്ത്രം കാത്തിലെ കീഴ വിഴുന്തെടുക്കാം. അപ്പടി அந்த മോഹിനി വേഷത്തിൽ ഇരിക്കപ്പെട്ട ഭഗവാന് കാമപരവശത്തിനാൽ പോയി ശിവൻ ആലിംഗനം മണ്ണിക്കറാണ്. ഭൂയഃ അപി വിദ്രുതവതീം ദേവഃ ഉപധാവ്യ. അതുക്കുള്ള அந்த മോഹിനി என்ன பண்ணறா அந்த ശിവൻ ആലിംഗനം മണ്ണ വരത്തി അതിലേന്ന് കൊതറി മാറിയത് ഓടിപ്പോയിട്ടാണ്. വീര്യ ദേവഃ ഉപധാവ്യ. ഉടനെ പിന്നാടി ശിവനും പിന്നാടി ഓടിപ്പോറാണ്. വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ. ശിവനോട് രേതസ് വീര്യം സ്ഖലനമാച്ച് അപ്പടിന്ന് തെരിഞ്ഞ ഉടനെ ത്വന്മാനിത തവ മഹത്വം ദേവ്യൈഹി ഉവാച. അതാക്കും പിന്നീട് സ്വർണവും വെള്ളിയും എല്ലാമായി ഭൂമിയിൽ അത് ശിവരേതസ്സാക്കും സ്വർണം വെള്ളിയും എല്ലാമായി അന്ന മാതിരിയുള്ള ദിവ്യമാന ലോഹങ്ങളായി മാറിയത് அப்படின்னு ചൊല്ലുക. ത്വന്മാനിതഃ തവ മഹത്വം. ഭഗവാന് ரொம்ப ബഹുമാനിക്കപ്പെട്ട ഭഗവാനോട് മഹാത്മ്യത്തെ തെളിഞ്ഞ ദേവ്യൈ ഉവാച. പാർവതി ദേവിക്ക് വാദ നികേതനാഥ തത്താദൃശത്വം അവ. ഇതെല്ലാത്ത இந்த കഥയെല്ലാം ശങ്കരനെ
பார்வதி தேவிக்கு சொல்லி கொடுக்கிறார். அப்படி ഭഗവാനോട് அந்த കഴിവുകൾ ഭഗവാൻ എന്ന മോഹിനി രൂപത്തെ എടുത്തത് വിവരിച്ചു കൊടുത്താളെ അപ്പടിയുള്ള ഗുരുവായൂരപ്പ உங்களுக்கு തുല്യമാണ് തത്താദൃശ ഭഗവാനുക്ക് തുല്യമാ വേറെ ആരുമില്ലേ. അപ്പടിയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ அப்படின்னு சொல்லி இங்கே இந்த ശങ്കരനാരായണം ശങ്കരമോഹനം ശങ്കരനാരായണ മൂർത്തിയെ രണ്ടുപേരുമാ ചേർന്നിരിക്കപ്പെട്ട എന്ന മൂർത്തിയെ പ്രാർത്ഥന പണിക്கிறார் ഭട്ടതിരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.